ഗൈസ്, ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഭീഷണിയും പിന്നെ അതേപോലെ വേണ്ടാത്ത വൃത്തികെട്ട വേർഡ്സും ഒക്കെ ഇങ്ങനെ ഇവർ പറയണമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ UDFൻ്റെ ഈ ആഘോഷിച്ച എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും എല്ലാ ലേഡീസിൻ്റെ ആണെങ്കിലും ബോയ്സിൻ്റെ അധികം ഇല്ല. കാരണം എന്താ വെച്ചാൽ ബോയ്സ് അതേപോലെ തിരിച്ചടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ബോയ്സിൻ്റെ അധികം കണ്ടിട്ടില്ല. ലേഡീസ് ഇപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിലൊക്കെ ഉണ്ട് തെറി വേർഡ്സ് വന്നിട്ട് വിളിച്ചിട്ട് കുറേ ആൾക്കാർ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇൻ്റെത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും ഉണ്ട് അതേമാതിരി ഭീഷണി പിന്നെ അതേപോലെ തെറി വേർഡ്സ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കുറേ എണ്ണത്തിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി ഇങ്ങനെ ഈ UDFൻ്റെ വിജയം ആഘോഷിക്കുന്ന ലേഡീസിൻ്റെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ലേഡീസിനോടൊക്കെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യണേന് നാണം തോന്നണില്ല നിങ്ങൾക്ക് സത്യമായിട്ട്? അതെ ഒന്നുമില്ലേ, ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യണത് എന്താ, നിങ്ങൾ പറയണത് എന്താന്നുള്ളത് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടീംസ് ജയിച്ചാൽ ആ ടീംസ് ആഘോഷിക്കും. ഇതിപ്പോൾ ഈ ജയം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആഘോഷിക്കും. ഞങ്ങളെപ്പോലെ നിങ്ങളെ ലേഡീസ് ഉണ്ടാവും നിങ്ങളുടെ ഇതിലും നിങ്ങളുടെ പാർട്ടിയിലും. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലുള്ള ലേഡീസും ആഘോഷിക്കും. അതിനൊക്കെ ഭീഷണിപ്പെടുത്ത് എന്താ പറയുക, കൊല്ലും കൊലപാതകമൊക്കെ പറഞ്ഞിട്ട് വന്നാൽ എന്താ ചെയ്യുക? സത്യം പറയാലോ, ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സിൽ പിടിച്ച് നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഇതിൽ നിൽക്കണേ. കാരണം എൻ്റെ ഹസ്ബൻഡ് നല്ല കമ്മ്യൂണിസ്റ്റാണ്, നല്ല ഒന്നാന്തര കമ്മ്യൂണിസ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ്. അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ എന്താ പറയുക, അടിമ കമ്മി എന്നൊക്കെ പറയല്ലോ, അതേപോലെയാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ ഏട്ടനും. ഞാൻ ഇപ്പോഴും എനിക്ക് ഈ ഒരു കാര്യത്തിൽ, ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അംഗീകരിക്കലുണ്ട്. എന്താ വെച്ചാൽ ഒരു ഇഷ്യൂ വന്നാൽ, അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്യൂ വന്നാൽ അപ്പം അവിടെ DYFIൻ്റെ പ്രവർത്തകരുണ്ടാവും. അതൊക്കെ ഞാൻ സമ്മതിച്ച് തരുന്നുണ്ട്, ഞാൻ സമ്മതിക്കലുമുണ്ട്, ഞാൻ പറയലുണ്ട്. എൻ്റെ കുറേ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം, ഞാൻ ഈ DYFIനെ അനുകൂലിച്ചുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഇഷ്യൂ വന്ന സമയത്ത് എടുത്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളെ പാർട്ടി ജയിച്ചപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു. അതിന് വന്നിട്ടൊക്കെ ഭീഷണിപ്പെടുത്തി അതേപോലെ ഈ തെറി വേർഡ്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ നിലവാരം എന്താണ്. ലേഡീസിനെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഈ ഒക്കെ പറയാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം എൻ്റെ മാത്രമല്ല, ഞാൻ വിചാരിച്ചു എൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പം നോക്കിയപ്പോൾ എല്ലാ ലേഡീസിൻ്റെ ഇതിലുണ്ട് ഇങ്ങനെ ഈ UDFൻ്റെ അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ട ലേഡീസിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് തെറിയും ഭീഷണിയും. എന്താ പിന്നെ ഞങ്ങൾക്ക് അർമാദിക്കണ്ടേ, ഞങ്ങൾക്ക് ആഹ്ലാദിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം മതി ഇതൊക്കെ? ഞങ്ങൾക്കുണ്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു എന്താ ഇപ്പം പറയാ, അതിന് എന്താ ആ സാധനം മനസ്സിലായോ? എന്താ പറയാ, അപ്പം മനസ്സിലായിക്കോല്ലോ. ഞങ്ങൾക്ക് കൊണ്ട് ഇങ്ങനെ ഈ ആഘോഷിക്കാനും ഇതാക്കാനുള്ളൊക്കെ ആഗ്രഹം. പിന്നെ അതേപോലെ ഒരു എന്താ പറയാ ആ സാധനം അപ്പം ഞങ്ങൾക്ക് ആഘോഷിക്കേണ്ടി വരും. അത് നിങ്ങൾ ഈ തെറി വേർഡ്സും പിന്നെ അതേമാതിരി ഭീഷണിയൊക്കെ പെടുത്തി നടക്കണ കാര്യമാണോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ വലിപ്പമൊന്ന് ചുമരിലൊന്ന് വരച്ചു നോക്ക്. ഇന്നോടൊക്കെ വന്ന് ഭീഷണി പറയാൻ, ഇന്നെയൊക്കെ ഭീഷണിപ്പെടുത്താൻ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വൈഫാടോ. എന്താ പിന്നെ?